അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവനവൻ തന്നെ പോയി നോക്കിക്കണ്ട് ചെയ്യണം. എന്നമ്മാ എന്നാച്ച്? അമ്മൂമ്മ കാര്യം തെളിച്ച് പറയാമോ? കുഴിപ്പള്ളത്തെ കാര്യം ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ചില ആൾക്കാർക്കേ അവരിപ്പോ ഇവിടെ നിൽക്കുന്നത് പിടിക്കുന്നില്ല. ചേച്ചി ചുമ്മാ ഇത് മനഃപൂർവ്വം ഓവറാക്കിയാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, അച്ഛനും ഡ്രസ് ഒക്കെ പാക്ക്. അല്ല ലച്ചു, സാധനം എല്ലാം എടുത്തല്ലോ അല്ലേ? കുറച്ച് എപ്പിസോഡുകളായിട്ട് കുഴിപ്പളത്തെ ഫാമിലി ഇല്ലായിരുന്നു. എന്തായാലും കുഴിപ്പളത്തെ ഫാമിലി തിരിച്ചു വന്ന അന്ന് തന്നെ കുഴിപ്പളത്തെ ഫാമിലി പോകുന്ന ഒരു എപ്പിസോഡാണ് എന്തായാലും ഉപ്പ് മുളകും ടെലികാസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവസാനം കലങ്ങി തെളിയോ അല്ലെങ്കിൽ അവസാനം ഇമോഷണൽ എന്നുള്ള ഒരു സാധനം ഭവാനിയമ്മയുടെ ഒരു മനസ്സൊക്കെ മാറി ലച്ചുവിനെ ചുമ്മാ ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി വെച്ചേക്കുകയാണ്. എന്തോ ചെറിയ കാര്യത്തിന് കയറി ലച്ചു ദേഷ്യം പിടിക്കുന്ന നമുക്കറിയാം. പഴയ ലച്ചു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ പുതിയ സ്ക്രിപ്റ്റ് പുതിയ തിരക്കഥയിലൊക്കെ ലച്ചു ഇങ്ങനെയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാകുന്ന സിദ്ധു ഉള്ളപ്പോഴായാലും നമുക്കറിയാവുന്നതാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ലച്ചു ഇങ്ങനെ പൊസസീവ്നെസ്സും വഴക്കും അങ്ങനെ ഒരു ക്യാരക്ടറേ അല്ലായിരുന്നു ലച്ചു. അപ്പോൾ പഴയ ലച്ചുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും കുഴപ്പമില്ല. കുഴിപ്പളത്തെ ഫാമിലി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാണ്. എന്തായാലും അത് പോയി കിട്ടി. അല്ലെങ്കിൽ ലാസ്റ്റ് അത് കലങ്ങി തെളിയുമെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ സിദ്ധു ഓണത്തിന് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതിനൊന്നും ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല. ഓണം എപ്പിസോഡൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പോൾ സിദ്ധുവിനെ